സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ലവ് ജിഹാദിനെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ മഹാരാഷ്ട്രയിലും പുതിയ നിയമം രംഗപ്രവേശനം ചെയ്യുന്നു. ധർമ്മ സ്വതന്ത്ര അധിനിയം 2026 എന്ന് പേരിട്ടിരിക്കുന്ന നിയമത്തിന് മഹാരാഷ്ട്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. നിയമവിരുദ്ധ മതം മാറ്റം എന്ന് പേരിട്ടിരിക്കുന്ന തരത്തിലുള്ള മതം മാറ്റത്തിന് 7 വർഷം തടവ് ശിക്ഷയും 5 ലക്ഷം വരെ പിഴ ശിക്ഷയുമാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. നിയമപരമായി മതം മാറുന്നതിന് ഒരാൾ നിയമം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോട് മുൻകൂട്ടി അനുമതി വാങ്ങുകയും 60 ദിവസത്തെ നോട്ടീസ് നൽകുകയും വേണം. അനുമതി കിട്ടുന്ന പക്ഷം 25 ദിവസത്തിനകം വിവാഹം രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ മതം മാറുന്ന വ്യക്തിയുടെ ഏതെങ്കിലും ബന്ധു മതം മാറ്റം നിർബന്ധിച്ചിട്ടുള്ളതാണ് എന്ന് പരാതി നൽകുന്ന പക്ഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. ഈ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ജാമ്യമില്ലാത്തവയാണ് താനും. മഹാരാഷ്ട്രയിൽ ഹിന്ദു ജനജാഗ്രതാ സമിതി അടക്കമുള്ള സംഘടനകൾ നിരവധി കാലമായി ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ് സർക്കാർ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളാവട്ടെ നിയമത്തിലെ അപകടം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. നിലവിൽ തന്നെ തങ്ങളുടെ പ്രാർത്ഥനാ യോഗങ്ങളും പാസ്റ്റർമാരും കന്യാസ്ത്രീകളും ഒക്കെ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ് എന്ന് ഇവർ പരാതിപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്ര ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തുന്നതിന് മുൻപ് ഉത്തർപ്രദേശും മധ്യപ്രദേശും ഗുജറാത്തും ഉത്തരാഖണ്ഡും കർണാടകയും ഹിമാചൽ പ്രദേശും ഒഡീഷയും ഹരിയാനയും ജാർഖണ്ഡും അരുണാചൽ പ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ ഇത്തരം നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരേ രീതിയിലുള്ളവ തന്നെ. ഇത്തരം നിയമങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നടന്ന ഉത്തർപ്രദേശിൽ സംഭവിച്ച പോലെ തന്നെയായിരിക്കും എല്ലായിടത്തും കാര്യങ്ങൾ സംഭവിക്കുക. പോലീസിന്റെ അന്വേഷണം എപ്പോഴും അന്യമതത്തിൽ നിന്നും വിവാഹം കഴിക്കുന്നവരുടെ പിന്നാലെയാവും ഉണ്ടാവുക. അത്തരം ഒരുപാട് കേസുകളാണ് UPയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏത് ബന്ധുവിനും പരാതി കൊടുക്കാമെന്ന വ്യവസ്ഥ ഉണ്ടായിരിക്കെ ഒരു ബന്ധമില്ലാത്തവരും പരാതി കൊടുക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ കോടതിയിലെ വിചാരണ സമയത്ത് മാത്രമേ തെളിയിക്കാനാവൂ. അതിനിടയ്ക്ക് തന്നെ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവർ ജയിലിലടക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും സാമൂഹ്യ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. ഗുജറാത്ത് സർക്കാർ ആവട്ടെ നിയമം കുറച്ചുകൂടെ കർശനമാക്കി വിവാഹത്തിന് രക്ഷിതാക്കളുടെ അനുമതി ഉണ്ടാവണം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ പോവുകയാണത്രേ. പ്രായപൂർത്തിയാവുന്നതോടെ കിട്ടുന്ന അവകാശങ്ങളെല്ലാം കവർന്നെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങളുടെ നൂലാമാലകളും ഏറെ കൂടിയിട്ടുണ്ട്. ഒട്ടധികം രേഖകൾ സമർപ്പിക്കണമെന്നാണ് ചട്ടം. ഒരു സാധാരണ വില്ലേജ് ഓഫീസറുടെ പക്കൽ രജിസ്റ്റർ ചെയ്യാവുന്ന വിവാഹം ഇനി മുതൽ അതിനായുള്ള ഒരു ഓൺലൈൻ പോർട്ടലിൽ സർക്കാരിന് നിരീക്ഷിക്കാവുന്ന തരത്തിൽ രജിസ്റ്റർ ചെയ്യണമത്രേ. ഇത്തരം നിയമങ്ങളുടെ ഭരണഘടനാ സാധുത പരിശോധിക്കപ്പെടുന്നതിന് സുപ്രീം കോടതിയിൽ പല ഹർജികളും സമർപ്പിക്കപ്പെട്ടെങ്കിലും അതിലൊന്നും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന നിയമങ്ങൾ എന്ന നിലയ്ക്ക് ഇവയ്ക്കെതിരെ സീനിയർ അഭിഭാഷകൻ CU സിംഗ് സുപ്രീം കോടതിയിൽ വാദം നടത്തുകയുണ്ടായി. ന്യൂനപക്ഷ സമുദായാംഗങ്ങളും മറ്റു മതത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുന്നവരും വ്യാപകമായി ഈ നിയമത്തിന് ദുരുപയോഗത്തിന് ഇരകളാവുന്നുവെന്ന് ഇദ്ദേഹം കണക്കുകൾ നിരത്തി സ്ഥാപിച്ചു. നിയമങ്ങൾ റദ്ദാക്കുകയോ അതിൽ അപകടകരമായ വകുപ്പുകൾ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യുകയോ വേണം എന്ന ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതുവരെ കോടതി പരിഗണിച്ചിട്ടില്ല. നടപടിയെടുക്കാൻ കോടതിക്ക് തിരക്കുകൾ കാരണം ഇതുവരെ സാധിച്ചിട്ടില്ലത്രേ. അതേസമയം വിവിധ ഹൈക്കോടതികൾ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഗുജറാത്ത് ഹൈക്കോടതി സംസ്ഥാനത്തിലെ നിയമത്തിലെ ചില വകുപ്പുകൾ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ് എന്ന പേരിൽ സ്റ്റേ ചെയ്തിരുന്നു. മധ്യപ്രദേശ് ഹൈക്കോടതി അവിടുത്തെ നിയമപ്രകാരം മതം മാറുന്നതിന് 60 ദിവസം മുമ്പ് ജില്ലാ മജിസ്ട്രേറ്റിന് നോട്ടീസ് നൽകിയിരിക്കണമെന്ന വകുപ്പ് റദ്ദാക്കിയിരുന്നു. കർണാടകയിൽ ഒരു യുവാവ് ഇസ്ലാമിനെ കുറിച്ച് ലഘുലേഖ വിതരണം ചെയ്തതിന് ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും കോടതി FIR റദ്ദാക്കിയിരുന്നു. നിർബന്ധിച്ചുള്ള മതം മാറ്റം തടയാനാണ് ഈ നിയമങ്ങളെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ഭരണകൂടത്തിന്റെ ലക്ഷ്യം അത്ര ശുദ്ധമല്ല. മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണയും ഗുജറാത്തിലെ ഉപമുഖ്യമന്ത്രി ഹരീഷ് സാങ്വിയും പറയുന്നത് ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിച്ച് മതം മാറ്റുന്നതിനെതിരാണ് ഇത്തരം നിയമങ്ങളെന്നാണ്. അതായത് വിശ്വാസത്തിന്റെയും വിവാഹത്തിന്റെയും കാര്യത്തിൽ സകല സമയത്തും സ്റ്റേറ്റിന്റെ നിരീക്ഷണം ഉണ്ടായിരിക്കും എന്നർത്ഥം. മതസ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്ന ഭരണഘടനയുടെ 25-ാം വകുപ്പ് നോക്കുകുത്തിയാവുന്ന കാലം വിദൂരമല്ല എന്നർത്ഥം. ചെന്നൈയിലെ പെരുങ്കുടി ഖരമാലിന്യ സംഭരണ കേന്ദ്രം ഏകദേശം 200 ഏക്കർ നീണ്ടു പരന്നു കിടക്കുന്നുണ്ട്. 50 കൊല്ലത്തെ മാലിന്യ നിക്ഷേപം ഈ പ്രദേശത്തുണ്ടെന്നാണ് കണക്കുകൾ. ഓരോ ദിവസവും ഏകദേശം 30 ലക്ഷം കിലോ മാലിന്യം ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. അതിലൂടെ വഴി കടന്നു പോകുന്നവരൊക്കെ മൂക്കും വായും പൊത്തിക്കൊണ്ടാണ് കടന്നു പോവുക. മഴക്കാലമായാൽ അടുത്ത പ്രദേശത്തൊന്നും ജോലി ചെയ്യാൻ പറ്റാതാവും. പക്ഷേ ഈയിടെ ചെന്നൈ കോർപ്പറേഷൻ ഈ മാലിന്യങ്ങളെ റീസൈക്കിൾ ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഇല്ലാതാക്കാനും അവിടെയുള്ള മാലിന്യങ്ങളെ
ഫർണിച്ചറും പ്ലാസ്റ്റിക് ബോർഡുകളും റോഡ് ഡിവൈഡറുകളും മറ്റുമായി പിറവി എടുപ്പിക്കാനും സാധിക്കുന്നു എന്നതാണ് കൗതുകകരമായ വാർത്ത. 2021 ഇതിനുള്ള പദ്ധതി ആരംഭിച്ചത്. ആദ്യം ഈ പ്രദേശത്ത് 6 മേഖലകളാക്കി തിരിച്ചു, പിന്നീട് വൃത്തിയാക്കൽ പ്രക്രിയ ആരംഭിച്ചു. സിംഗപ്പൂർ കമ്പനിയായ ബ്ലൂ പ്ലാനറ്റിൻ്റെ ഇന്ത്യൻ ഏജൻസിയായ സിഗ്മ ഗ്ലോബൽ എൻവറോൺ സൊല്യൂഷനാണ് പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. കൊല്ലങ്ങളായി കൂടിക്കിടക്കുന്ന മാലിന്യം ആദ്യം ഇളക്കി മറിക്കണം, പിന്നെ അവ വേർതിരിക്കണം, പിന്നീടാണ് ഉപയോഗപ്രദമായ കാര്യങ്ങളാക്കി മാറ്റുന്നത്. അതിനു മുൻപ് ഇവ ആരോഗ്യത്തിന് ഹാനികരമാണോ, മാലിന്യ നിയന്ത്രണ വിഭാഗത്തിന് അനുമതി പ്രകാരമുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നവയാണോ എന്നൊക്കെ പരിശോധിക്കണം. 250 പേർ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. നിലവിലെ ജോലി പൂർത്തിയാവുന്നതോടെ അന്നന്നത്തെ മാലിന്യം അതാത് ദിവസം സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും ഉത്തരവാദപ്പെട്ടവർ പറയുന്നു. നിലവിൽ 25 ഏക്കറിൽ മാത്രമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ബാക്കിയുള്ള പ്രദേശങ്ങൾ ശുദ്ധീകരിച്ചു വരികയാണ്. നിലവിൽ 6 മേഖലകളിലെയും ശുചീകരണം ഈ മാസത്തോടെ പൂർത്തിയാവുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാണാതാവുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതും അവരെ കണ്ടെത്താനുള്ള സംവിധാനം കൃത്യമല്ലാത്തതിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അതൃപ്തി. ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്ത് സംസ്ഥാനങ്ങളോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് കമ്മീഷൻ. ബീഹാർ, ഒഡീഷ, തെലങ്കാന, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് കൂടുതൽ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ബീഹാറിൽ വർഷം തോറും കാണാതാവുന്നവരുടെ എണ്ണം 12,000 മുതൽ 14,000 വരെ വരും. കൂടുതലും കുട്ടികളാണത്രേ. ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകപ്പെടുന്ന കുട്ടികളെ യാതനയ്ക്കും മറ്റു തൊഴിലുകൾക്കും ലൈംഗിക ചൂഷണത്തിനും നിയമവിരുദ്ധ പ്രവൃത്തികൾക്കുമാണ് ഉപയോഗിക്കുന്നതെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.